എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 4:10 എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റെല്ലാ ദിവസവും ഞാൻ 4 മണിക്കൊക്കെ അലാറം അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എണീക്കാനേ തോന്നത്തില്ല. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് എണീക്കാനൊക്കെ പെട്ടെന്ന് തോന്നി. ഇന്ന് ഒട്ടും എനിക്ക് തണുപ്പൊന്നും തോന്നിയിട്ടില്ലായിരുന്നില്ല. 15 ഡിഗ്രി എങ്ങാണ്ട് തോന്നുന്നു തണുപ്പ്. പക്ഷേ എങ്കിൽ എനിക്കൊന്നും തണുപ്പൊന്നും തോന്നിയിട്ടില്ല. ഞാൻ വേഗം കുളിക്കുകയൊക്കെ ചെയ്ത് അകൊക്കെ അടിച്ചു വാരി അതിനുശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. ഈ ഒരു വിളക്ക് വയ്ക്കുന്നതിനെ പറ്റി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ളൊരാഗ്രഹമായിരുന്നു ഇത് വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ജനുവരി 1 തൊട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് തൊട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് യൂട്യൂബിലുള്ള ഒരു ചാനൽ കണ്ടിട്ട് അവർ പറഞ്ഞ പോലെ ആണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ചെരാതിൽ 5 ചെരാത് എടുത്തിട്ട് കിഴക്കോട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. 48 ദിവസം വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അറിയില്ല സാധിക്കുമെന്ന്. എന്തായാലും ഞാൻ ശ്രമിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് എൻ്റെ ആഗ്രഹമൊക്കെ ഒന്ന് പറഞ്ഞ് ആഗ്രഹം ഒന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം ഞാൻ വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ അകൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അടിച്ചു വാരിയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് തുടച്ച് ഇടാമെന്ന്. ഈ ഒരു വിളക്ക് കത്തിക്കുന്നതിന് നമ്മൾ കുളിക്കണം എന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 5:10 ഉള്ളിൽ കത്തിക്കണം തോന്നുന്നു. 3:30 to 5:10 അതിൻ്റെ നടുവിലുള്ള സമയത്താണ് തോന്നുന്നു കത്തിക്കേണ്ടത്. ഞാൻ എന്തായാലും 4:45 ആകുമ്പോഴത്തേക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എൻ്റെ ഇവിടെയും വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ഞാൻ തലേ ദിവസം തുടച്ചിട്ടതാണ്, എന്നാലും ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് പിന്നെ അകവും അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അകവും കൂടെ ഒന്ന് തുടച്ചു കേട്ടോ. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തണുപ്പൊന്നും ഒട്ടും അറിഞ്ഞിട്ടില്ല കേട്ടോ. മറ്റെങ്കിൽ എണീക്കാനേ തോന്നലില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ എന്തായാലും എണീക്കുന്ന ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ എണീറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ മറ്റേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എല്ലാവരുടെയും ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തുടച്ചിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൾ എണീറ്റ് കഴിഞ്ഞാൽ അവൾ തിന്നുന്ന ഭക്ഷണമായാലും അതെന്തെങ്കിലുമൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ഞാൻ അധികവും ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് തുടയ്ക്കാറ്. പക്ഷേ ഇന്നെന്തായാലും ഞാൻ രാവിലെ തുടച്ചിട്ടുണ്ട്. പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ നേരം സൂംബ കളിച്ചേട്ടോ. പിന്നെ അത് അപ്പോഴത്തേക്ക് എൻ്റെ നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പുട്ടും ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡെയിലി ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് വരത്തില്ലേ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടും ചെറുപയറിൻ്റെ ചെറുപയർ കറിയും വെച്ചിട്ടുണ്ട്. നമ്മുടെ തരിപ്പുട്ടാണ് കേട്ടോ. തരിപ്പുട്ടും ചെറുപയറിൻ്റെ കറിയായിരുന്നു. പിന്നെ ഞാൻ വേഗം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കി ഏട്ടന് ചോറ് കൊടുത്തു വിടണം. അരിക്കുള്ള വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ നല്ല ഉറക്കം. ഇന്നലെ ഞങ്ങൾ ഉറങ്ങുന്നേരം 12:30 1 മണീൻ്റെ അടുത്തൊക്കെ ആക്കി ഞങ്ങൾ 3 പേരും ഉറങ്ങുമ്പോൾ. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് പിന്നെ കേക്ക് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ. പിന്നെ ഇന്ന് ഞാൻ ഏട്ടന് കൊടുത്തു വിടാൻ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മെനഞ്ഞാന്ന് കുതിർത്ത് വെച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച ആ കടല ഞാൻ നമ്മൾ കൂട്ടുകറി വെക്കില്ലേ, കൂട്ടുകറി വെക്കുന്ന പോലെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ അതിൽ കായും ചേനയൊന്നും ഇടുന്നില്ല. അതൊന്നും ഇല്ലാണ്ടൊരു കൂട്ടുകറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കടല വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ചധികം വെളുത്തുള്ളി ചതച്ചിട്ടിടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിയും മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് പെരുംജീരകം ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോവയ്ക്ക ഒന്ന് അന്ന് കഴിഞ്ഞ ദിവസം വെച്ച പോലെ തന്നെ ഒന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഏട്ടനെ കൊടുത്തിട്ട് പോയിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ ഒരു കോവയ്ക്കയും കൂടെ വയ്ക്കുന്നുണ്ട്. പിന്നെ മറ്റേ അടുപ്പിൽ ഞാൻ ഈ ഒരു കറീൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ തേങ്ങ വറുത്തെടുക്കൂലേ, അതേപോലെ തേങ്ങ വറുത്തെടുത്ത് അതിലേക്ക് വറ്റൽമുളകും നമ്മുടെ കടുകും കൂടെ ഇട്ടിട്ടൊന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കറി സെറ്റായിട്ടോ. അപ്പോൾ ഞാൻ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കോവയ്ക്കയും വെച്ച് ഫ്ലെയിമൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് അമ്മ എന്നെ എന്തിനോ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ തീ കൂട്ടി വെച്ചിട്ടാണ് തോന്നുന്നു പോയത്. ഞാൻ വരുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് അടി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ
പിന്നെന്താ, ഇന്നലെ ഇവിടുന്ന് എല്ലാവരും കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് സയാജി ബഗ് പാർക്ക്, സയാജി സൂ അങ്ങനെ ഒന്നുണ്ട് ഇവിടെ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ഏട്ടന് ഇന്നലെ വൈകുന്നേരം വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. ഇന്നലെ 3 ആൾക്കാർ ഇന്നലെ വീക്കിലി ഓഫായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സാണ്, അവരൊക്കെ പോയി. അവർ ഹസ്ബൻഡ് ഉള്ളതിനെ കൊണ്ട് അവരൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏട്ടനെന്തോ ചെറുതായിട്ട് എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വിഷമമായോ എന്നൊക്കെ അറിയുമോ, എങ്ങനെ നമുക്ക് എവിടെയും പോകാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ബസ്സിലേട്ടൻ വരുമ്പോഴേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വരുമ്പോഴേക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിൽക്കണം, നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി തണുപ്പാണ്, മൂക്കൊന്നാമത് ജലദോഷം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെയും പോകാനൊന്നും നിന്നിട്ടില്ല. ഇന്നലെ ഭയങ്കര ഈ ഒരു വടവതര മൊത്തം ഭയങ്കര തിരക്കും പടക്കം പൊട്ടലും, അതേപോലെ തന്നെ ഓരോരോ സ്ഥലത്ത് എന്താ പറയുക എനിക്കറിയില്ല, ഡാൻസും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡിമാർട്ടിൽ പോയി, പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട്, പിന്നെ മലയാളി ഹോട്ടലിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും ഡാൻസൊക്കെ കളിച്ച്. അപ്പോൾ അതാ എൻ്റെ കടലേൻ്റെ സംഭവമായിട്ടുണ്ട് കേട്ടോ. ഇതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചെറിയൊരു കൂട്ടുകറി പോലെ തന്നെ, പക്ഷേങ്കിൽ ചേന ഇട്ടിട്ടില്ല, നമ്മുടെ പച്ചക്കായ ഇട്ടിട്ടില്ല. പിന്നെ കായത്തിൻ്റെ പൊടിയൊക്കെ കുറച്ച് ചേർക്കുന്നതിനെ കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം മീനൊന്നും കഴിക്കാത്തവർക്കും മീനൊന്നും കിട്ടാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നല്ലോണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് മീനൊന്നും വേണമെന്നേ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അതാ ഇതിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര പെരുംജീരകമൊക്കെ ചേർത്തതിനെ കൊണ്ട് നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നേ, ഇനിയിപ്പോൾ അതൊന്ന് വിരിച്ചിടണം. അപ്പോൾ ഇതാ ഞങ്ങൾ 2 പേരും ഇതാ വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ഇന്നലെ ഡിമാർട്ടിൽ പോയപ്പം പോപ്കോൺ വാങ്ങിയിട്ട് അതിൻ്റെ ബാക്കി ഇന്ന് അവിടെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഇപ്പോഴാണ് കഴിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൽ ഗീ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അലക്കുന്ന അവിടെ ഈ ഒരു ചെറിയൊരു സ്റ്റൂളുമേൽ ഇരുന്നിട്ടാണ് ഞാൻ അലക്കുക. അതുകൊണ്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നൊക്കെ അവൾ, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസായി. ഇന്നലെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കാണ് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഈ ഒരു 4000 വാച്ച് അവർ ആവുക, 1000 സബ്സ്ക്രൈബർ ആവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം, ഒത്തിരി കഷ്ടപ്പെടണം. 2-3 കൊല്ലമൊക്കെ ആയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതൊന്നും ആവാത്ത കുറേ പേരുണ്ട്. ചിലരൊക്കെ യൂട്യൂബിൽ കൂടെയൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ട് അങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് അതിലെന്തെങ്കിലും കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇതിൽ നമുക്ക് ഇത്രയും ഒരു 4000 വാച്ച് അവർ എന്ന് പറയുന്ന സംഭവം ഒന്ന് തികച്ചെടുക്കണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. പക്ഷേ എങ്കിൽ എനിക്കത് പറ്റിയില്ലെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതാ ഞാൻ നേട്ടന് വേണ്ടി ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചമ്മന്തിയും അതേപോലെ ഒരു അച്ചാറും ഉണ്ടായിരുന്നേ. ഇത് ഇന്നലെ ഞങ്ങൾ ഒരു അവിടെ നിന്ന് വാങ്ങിച്ച അച്ചാറാണ്. അച്ചാറിൻ്റെ പുറത്തൊരു നെല്ലിക്ക പോലത്തെ സാധനത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അരിനെല്ലിക്കേൻ്റെ അച്ചാറുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അരിനെല്ലിക്കൊന്നുമില്ല. അരിനെല്ലിക്ക നമ്മുടെ നാട്ടിൽ അരിനെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു നെല്ലിക്ക, വേറെ സ്ഥലത്ത് എന്താ അതിനെ പറയാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചോറ് പോവാണ്. നെച്ചുവായിരുന്നു കളിച്ചോ, അമ്മ ചോറ് കൊടുത്തിട്ട് വരേ കേട്ടോ, വീണൊടുക്കറേ. അവിടുന്ന് കുറച്ച് കളിച്ച് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ എണീറ്റിനെ കൊണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കണം കേട്ടോ. ആ ഒരു കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്തേക്കായിട്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഏട്ടൻ വന്ന് എന്നെ നല്ല ശരിയാക്കും. അപ്പോൾ ഏട്ടന് ഇഷ്ടമല്ല ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെച്ച് ഒന്ന് നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. നമ്മുടെ നാട്ടിലെ പൊരിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച പൊരി. പിന്നെ ഞാൻ എപ്പോഴും ചെറിയ മറ്റേ ടൊമാറ്റോ കെച്ചപ്പായിരുന്നേ വാങ്ങൽ. ഇപ്രാവശ്യം ഞാൻ വലിയത് വാങ്ങി, അങ്ങനെയൊക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പുറത്തെ അമ്മയ്ക്ക് സാമ്പാർ വെച്ചപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പാത്രമായിട്ട് തിരിച്ചു തരില്ല, അതിലെന്തെങ്കിലും തരും. അങ്ങനെ എനിക്ക് ഇപ്പം കൊണ്ടുത്തന്ന കറിയാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങക്കായി എന്തോ ആക്കിയിട്ട് കറി വെച്ചതാണ്. അവർ തേങ്ങയൊന്നും ഉപയോഗിക്കില്ല, തേങ്ങയൊന്നും ഇടാതെ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ.